നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരും എനിക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. താങ്ക്സ് കിങ്ങേ. മഹിയേട്ടൻ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് ചെയ്യ് മഹിയേട്ട. നമ്മുടെ മോളുടെ ജീവൻ അപകടത്തില. ഈ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. ഗുരുവമ്മ കൊടുത്ത ഏലസ് വീടിന്റെ തെക്കേ മൂലയിൽ അവര് കുഴിച്ചിട്ടിരിക്കുക. അതിന്റെ ശക്തി കൊണ്ട് എനിക്ക് വീട് വിട്ട് വെളിയിൽ പോകാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ആ ഏലസ് സ്ഥാപിച്ചതോടെ കഴിഞ്ഞ അമാവാസി നാളിൽ എനിക്ക് ലഭിച്ച പല ശക്തികളും നഷ്ടമായി കഴിഞ്ഞു. ആരെങ്കിലും ആ ഏലസ് ഒന്ന് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ എന്റെ മോളെയും ഗംഗയും ആ ബസ്സിലെ എല്ലാവരെയും ഞാൻ രക്ഷിച്ചേനെ. എന്തെങ്കിലും ഒന്ന് ചെയ്യ് മഹിയേട്ടാ. മഹിയേട്ടാ, ഇയാൾ എന്തായി ചെയ്യുന്നത്? ഇയാളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ഹലോ, എന്തായി? എല്ലാം കുളമായി സർ. ആ കൊച്ചു ബോംബ് വെച്ച സീറ്റിൽ വന്നിരുന്നില്ല. ഞാനത് അവിടുന്ന് മാറ്റാൻ നോക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബോംബ് ഞാൻ മാറ്റി ഫിറ്റ് ചെയ്യാം സർ. നിങ്ങൾ എന്താ പറഞ്ഞത്? ബോംബോ? അയ്യോ, ബോംബല്ല, ബോംബെ. ബോംബെ പോകുന്ന കാര്യമാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? ഹലോ ഹലോ, കട്ടാക്കിയല്ലോ നാശം പിടിക്കാൻ. നിങ്ങൾ എന്തിനാ എന്നെ ചോദ്യം ചെയ്തത്? ഞാൻ എന്റെ ഫോൺ കട്ട് ചെയ്യോ കട്ടാക്കാതെ ഇരിക്കും. നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടല്ലോ. അതെ, എനിക്ക് പണ്ടേ ടെൻഷൻ ഉണ്ട്. ഞാൻ ഒരുപാട് ടെൻഷൻ ഉള്ള ആളാ. നിങ്ങളെ ആ കുഞ്ഞിനെ പിടിച്ചിരുന്നോണേ. വണ്ടി ബ്രേക്ക് ഇടുമ്പോ ഈ കുഞ്ഞങ്ങ് മുന്നോട്ടെങ്ങാനും പോയി വീണാ ഞാൻ തന്നെ എടുത്തോണ്ട് പോകേണ്ടി വരും. അതെ, നീ മോളെ പിടിച്ചോണ്ടിരിക്കേ. വെറുതെ എന്തിനാ അയാളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? അയാളുടെ പണി അയാൾ ചെയ്തോളും. രേഷ്മിച്ച്, ഞാൻ ഒന്ന് മിണ്ടാതിരിക്കേ ഗംഗേ. അങ്ങനെ പറഞ്ഞോടി ചേച്ചി. അവിടെ എന്താ സംഭവിച്ചെന്ന് അവൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കേട്ടെടുത്തോളം അവൻ ഫിക്സ് ചെയ്തെടുത്തുനിന്ന് ബോംബെടുത്ത് മാറ്റേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. ഇനി അത് വീണ്ടും ഫിക്സ് ചെയ്യാൻ സാധിക്കുമോ? അറിയാൻ ഒരു മാർഗവും ഇല്ലല്ലോ. ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഞാൻ കേട്ടല്ലോ. ആ ശബ്ദം കേട്ടപ്പോ തന്നെയാ അയാള് ഫോണും കട്ടാക്കിയത്. ആരായിരിക്കും അത്? എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ആലോചിച്ചിട്ട് തല പെരുക്കുന്നു. എന്തൊക്കെ വർത്താന കൊട്ടേഷൻ ഏറ്റെടുത്തപ്പോ അവൻ പറഞ്ഞത്. എന്നിട്ടിപ്പോ വേസ്റ്റ്. ഇനി എന്തിനെ വെറുതെ കഴിഞ്ഞു പോയത് കോർത്ത് വേദനിക്കുന്നത്? അതായിരുന്നു ഗൗരിയുടെ വിധി. അന്ന് അത് സംഭവിച്ചു. എന്ന് കരുതി ഇപ്പൊ നമ്മുടെ മാളുവിനൊന്നും സംഭവിക്കില്ല.
ഗൗരി വിജയിച്ച് മിടുക്കിയായി തിരിച്ചു വരും. അല്ല മഹിയേട്ട, ഇത് കേട്ട് വെറുതെ ഇരിക്കല്ലേ. എന്റെ കുഞ്ഞിനെ രക്ഷിക്ക്. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യും മഹിയേട്ട. ഞാൻ ഏതായാലും ഗംഗയൊന്ന് വിളിക്കട്ടെ. ഉം, മാളിനോടൊന്ന് സംസാരിച്ച പകുതി ടെൻഷൻ മാറിക്കിട്ടും. ശരി, നീ വിളിക്ക. അപ്പൊ നിനക്കൊരു സമാധാനാവൂല്ലോ. എന്താ അത്? ഒന്നുമില്ല. ബോംബ് ഞാൻ മാറ്റി ഫിറ്റ് ചെയ്യാം സർ. അതെന്താ നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ? നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. ഗംഗേ, എന്താ രേഷ്മേച്ചി? നീ ഇത് ഏത് ലോകത്താ? എത്ര നേരായി നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു? അത് ഞാൻ മഹേട്ടനായിരിക്കും വിളിച്ചത്. നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? നിന്റെ ഫോണിലോട്ട് വിളിച്ചാലും അത് മാളുന്റെ കാര്യങ്ങൾ അറിയാനാ. അപ്പോ അതെടുത്ത് കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം നിനക്കില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.